पति ब्रह्मचारी। വാ വാ, ഇതിനകത്ത് കയറി കിടന്നോളൂ. ഇനി നിനക്ക് ചൂടൊന്നും എടുക്കില്ല. ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. എങ്ങോട്ട് പോന്നെ? ഐ മീൻ, എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ പേടിയാ. പ്ലീസ് പോവല്ലേ. നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിചിത്രമായിട്ട് തോന്നുന്നില്ലേ? ഇവിടെ എന്നെ സംബന്ധിച്ച് ഇതെല്ലാം പുതിയതാ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ തന്നെ ചിലപ്പോൾ എനിക്ക് തോന്നും ഞാൻ എന്ത് വലിയ മണ്ടിയാന്ന്. സത്യത്തിൽ എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും, ഇഷ്ടം തോന്നും. നിങ്ങൾ അത്ര വലിയ പിടിവാശിക്കാരാണെന്ന് നേരെ പറഞ്ഞാ പോലെ. ഞാൻ കേട്ടു. അറിയാവൂ, എനിക്ക് നക്ഷത്രങ്ങളെ കാണാൻ വലിയ ഇഷ്ടം. പിന്നെ ഐസ്ക്രീം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടെന്നാ തോന്നുന്നേ. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നോക്കിയേ, എനിക്ക് ഫ്രിഡ്ജിനെ കാണപ്പം അവരുണ്ടാക്കിയ ഐസ്ക്രീം ഒക്കെ തിന്നാൻ തോന്നുന്നു. എനിക്കും അങ്ങനെ തന്നെ. കഴിച്ചാലോ? തുറക്ക്, വേഗം തുറക്ക്. എന്തൊരു തണുപ്പ്. കൊള്ളാല്ലേ? പതുക്കെ, ശബ്ദം ഉണ്ടാക്കല്ലേ. നോക്കിയേ, കറണ്ട് ഒന്നുമില്ല, എന്നിട്ടും അതൊന്നും അറിയാതെ കൂർക്കം വലിച്ച് ഉറങ്ങാൻ നോക്കി. നീ ഒരു കാര്യം ചെയ്യും, ആ ബട്ടൺ ഒന്ന് അമർത്തി നോക്ക്. കറണ്ട് വരുമ്പോഴേ ബാക്കിയുള്ള ഐസ്ക്രീം കൂടെ തണുത്തോളും. അമർത്ത്. അതാ ബോളുള്ളത്. അമർത്ത്. ഇത് വേണോ? പൂച്ച. അമ്മ ഉണർന്ന തീർന്നു. വാ അടച്ചിട്ട് വാ, പോകാം. അടച്ചോ, അടക്കി.
നിനക്ക് ഞാൻ കാരണം രാത്രി മുഴുവൻ ഉറങ്ങാൻ പറ്റിയില്ലല്ലേ? ഞങ്ങളുടെ വീട്ടിലെ അതിഥികളെ പ്രത്യേകം സൽക്കരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്ഥാനത്ത് ഇനി മറ്റൊരു അതിഥിയാണെങ്കിലും ഞങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കും അവരോട് പെരുമാറുക. ഇതിനെപ്പറ്റി നിങ്ങൾ എന്താ ചിന്തിക്കുന്നുള്ളൂ ഞങ്ങളുടെ വിഷയമല്ല. എന്നെ സംബന്ധിച്ച് നിങ്ങൾ എന്നും ഇവിടെ ഒരു അതിഥി മാത്രമായിരിക്കും. വെള്ളം? എന്റെ ഭഗവാനെ, ഈ വെള്ളം ഇത് എവിടുന്നാ വന്നത്? എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. വീടിനകത്ത് മൊത്തം വെള്ളം കയറിയോ? കിടക്കയും പുതപ്പും എല്ലാം വെള്ളത്തിലായോ? അയ്യോ, എല്ലാരും ഒന്ന് എഴുന്നേറ്റേ. എടി എഴുന്നേക്കാൻ, എടി എഴുന്നേക്കാൻ, എടി എഴുന്നേക്കാൻ. ദേ വീട്ടിലൊക്കെ വെള്ളം കയറി, ഒക്കെ നശിച്ചു. അയ്യോ, എന്റെ ദൈവമേ, ഇതെന്തൊക്കെയാ നടക്കുന്നേ? ഉള്ള കിടക്കയൊക്കെ നാശമായി. എന്താ ഇത്? ഇനി എന്ത് ചെയ്യും? എന്റെ ഭഗവാനെ, അയ്യോ, എവിടുന്നാ ഈ വെള്ളം വന്നേ? ഞാൻ നോക്കാം. അയ്യോ, എന്നെ ഒന്ന് പിടിക്കേ. അയ്യോ, എന്റെ അമ്മേ, എന്റെ കാല് ഒക്കെ നശിച്ചല്ലോ. ഈ വെള്ളം എവിടുന്നാ വന്നേ? അല്ല, എന്താ ഇതൊക്കെ? എന്താ എന്തു പറ്റിയതാ ഇത്? ഇത്രയധികം വെള്ളം ഫ്രിഡ്ജിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നു. എടാ സൂരജ്, മോനെ നോക്കിയേ, വെള്ളം എവിടുന്നാ വരുന്നതെന്ന്. വലിയമേ, അത് ഫ്രിഡ്ജിൽ നിന്നാണ് വരുന്നത്. എല്ലാം നശിപ്പിച്ചു. കിടക്ക ഉൾപ്പെടെ എല്ലാം നാശമായി. ഇനി രാത്രി എവിടെ പോയി കിടക്കാനാ? നശിച്ചു പോകുന്ന നിന്റെ ഒരു ഫ്രിഡ്ജ്. ഇവളും അല്ല, അത് പോട്ടെ ഏട്ടത്തി. എന്തായാലും സംഭവിക്കുള്ളത് സംഭവിച്ചു. ഇനിയിപ്പോ ആദ്യം ചെയ്യേണ്ടത് ഈ തലയണയും മെത്തയൊക്കെ ഒന്ന് ഉണക്കിയെടുക്കേണ്ടതാ. വന്നേ വന്നേ, എല്ലാവരും ചേർന്ന് ഒന്ന് എടുത്തേത്. ഉള്ള കിടക്കയും പുതപ്പും തലേണി എല്ലാം നാശമായി. അതേ മോളെ, ഇനി ഉണക്കിയല്ലേ പറ്റൂ. എല്ലാവരും എടുത്തേത്. വന്നേ വന്നേ, മടക്കി എടുത്തോ. മടക്കി എടുക്ക. തരൂ, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. തൊട്ടു പോകരുത്. ഒരാൾ ഇവിടെ കിടക്കുന്ന ഒരു സാധനം തൊട്ടു പോകരുത്. ഇവൾ ഒറ്റ ഒരുത്തി കാരണമല്ലേ കംപ്ലീറ്റ് ഇവിടെ നനഞ്ഞത്. ഇവൾ എടുക്കട്ടെ, ഒറ്റയ്ക്ക് തന്നെ എടുക്കട്ടെ. ഞാനെല്ലാം എടുത്തു വെച്ചോളാം. സൂരജ്, മഹാറാണി പറഞ്ഞത് കേട്ടില്ലേ? ചെയ്തോളാന്ന് പറഞ്ഞത്. അപ്പൊ ചെയ്യട്ടെ. വേണ്ട വേണ്ട വേണ്ട, ഒന്നും മാറിക്കേ. നനഞ്ഞതുകൊണ്ടേ നല്ല ഭാരം ഉണ്ടാവും അതിന്. അതാ മോളെ കൊണ്ട് എടുക്കാൻ കഴിയില്ല, ഞാൻ എടുത്ത് വിരിക്കാം. ദേ അനിയ, അവളെ അങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യട്ടെ. നനയാതെ തന്നെ ഇത്രയും സാധനം എടുത്തു വെക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിപ്പോ നനഞ്ഞ് വെയിറ്റ് കൂടിയ സാധനം നിങ്ങൾ എങ്ങനെ എടുത്തു വെക്കുക? ചേട്ടത്തി, നിങ്ങൾ എന്തൊക്കെ പറയുന്നേ? അവള് നിങ്ങളുടെ നന്മ ഉദ്ദേശിച്ചല്ലേ ഈ ഫ്രിഡ്ജൊക്കെ വാങ്ങിയത്. കുഴപ്പമുണ്ടായത് ഈ ഫ്രിഡ്ജിൽ നിന്നാവല്ലോ. അല്ലാതെ അവളുടെ ഉദ്ദേശത്തിൽ തെറ്റൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് മതിയാക്കനിയ. കുടുംബം എന്ന് പറയുന്നത് ഒരു കണക്കനുസരിച്ച് പോകുന്നതാ. നല്ല ഉദ്ദേശം കൊണ്ട് മാത്രമല്ല. അനിയൻ ഒരുപക്ഷെ മറന്നതാവും. വീട്ടിലെ കാര്യങ്ങളിലൊന്നും ഇടപെടില്ല എന്ന് മുമ്പ് ഒരിക്കൽ നിങ്ങൾ വാക്ക് തന്നതാ. നോക്കൂ അച്ഛാ, ഇത് ഞാൻ ചെയ്തോളാം. പൈസ സമ്പാദിക്കുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അറിയാത്തൊരു പെണ്ണിന് പൈസയുടെ വില എങ്ങനെ മനസ്സിലാവാനാ? ഉള്ള മോതിരം വിറ്റ് ഫ്രിഡ്ജ് വാങ്ങിച്ചോണ്ട് വന്നോന്ന്.
അപ്പൊ എല്ലാരും കൈകൊട്ടിയല്ലോ. പക്ഷെ ആരെങ്കിലും അന്വേഷിച്ചോ ആ മോതിരം ഇവള് സമ്പാദിച്ച പൈസ കൊണ്ട് വാങ്ങിയതാണോന്ന്? ഇല്ലല്ലോ. അതെ അനിയ, ഈ കൊച്ചിനെ കുറച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക. പൈസയൊക്കെ സമ്പാദിക്കുന്നതേ നല്ലവണ്ണം അധ്വാനിച്ചിട്ടും നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ടുവാ. വീട്ടിലുള്ള ഓരോ സാധനങ്ങൾ വാങ്ങാൻ വർഷങ്ങൾ വേണ്ടി വരും. അത് നിനക്കറിയോ? എത്ര കഷ്ടപ്പെട്ടിട്ടാ നമ്മൾ 10 പൈസ ഉണ്ടാക്കിയത്. എത്രമാത്രം നഷ്ടമാണോ സഹിക്കേണ്ടി വന്നത്, അതൊക്കെ സഹിച്ചു കഴിഞ്ഞു. മതി, ഇനി അത് ശരിയാവില്ല. സാരി മോഷ്ടിച്ചുകൊണ്ട് വന്നത് പോരാ, എന്നിട്ട് അഹങ്കാരത്തിന് കുറവില്ലല്ലേ? നിന്നെ പോലുള്ളവർക്കൊക്കെ ശിക്ഷ മാത്രമേ തരാൻ കഴിയൂ. മാത്രമല്ല, ഇത് നിന്റെ ശമ്പളത്തിലും പിടിക്കും. ഇതിപ്പം അമ്മ മിക്കവാറും ഇവളെ പെട്ടിയും കിടക്കൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്ക് അയക്കുമെന്നാ തോന്നുന്നേ. നമുക്ക് 10 പൈസ കിട്ടുമെന്ന് വിചാരിച്ചതൊക്കെ പോവും. മോണിക്ക, നീ ആ കണക്ക് പുസ്തകം എടുത്തിട്ട് വന്നേ. ഞാൻ ഇപ്പൊ കൊണ്ടുവരാമേ. എന്താടി ഇങ്ങനെ ആടിക്കുഴഞ്ഞു വരുന്നൊന്ന് വേഗം ഇങ്ങോട്ട് വാ. അമ്മ അവള് വഴിക്ക് വീഴും. ദാ. ദാ. വായിച്ചോ, വായിക്കാൻ. പറഞ്ഞത് കേട്ടില്ലേ? അത് വായിക്കാൻ. ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് കാഷ്യൂവും ബദാമും 100 രൂപ. വെള്ളത്തിന്റെ കുപ്പി ഇതുവരെ 2000 രൂപ. പുതിയ ഡ്രസ്സ് 7000 രൂപ. നാശമായി പോയ ആട്ട 5 കിലോ 280, ബാക്കി 560. അസുഖത്തിന് പാഞ്ചും മരുന്ന് 1500. ഈ പൈസയൊക്കെ വല്യമ്മയ്ക്കും ഈ വീട്ടിലുള്ളവർക്കും എന്ത് വലുതായിരിക്കും. ഇത്രയും പൈസ കൊണ്ട് ഈ വീട്ടിലെ 1 മാസത്തെ ചെലവ് മുഴുവൻ നടക്കുന്നത്. എന്താ നിർത്തിയേ? ബാക്കി ഞാൻ പറയാം. ചെറുതും വലുതുമായി എല്ലാ ചെലവുകളും കൂട്ടി 11,580 രൂപ നീ ഒറ്റൊരുത്തി ഉണ്ടാക്കിയ ചെലവാ. അതില് ഈ വീട്ടിലെ എല്ലാവർക്കും അവകാശമുള്ളതാ. ഇനി നീ ഒറ്റയ്ക്ക് തന്നെ അതൊക്കെ സമ്പാദിച്ചു കൊണ്ടുവരണം. ശരിക്കും അധ്വാനിക്കേ, വേർപ്പൊഴിക്കേ, നാട്ടുകാരുടെ തെറി വെക്കുകയോ എന്ത് വേണോ ചെയ്തോ, പക്ഷെ പൈസ കിട്ടണം. പിന്നൊരു കാര്യം, അതിനി ഒന്നും വിറ്റിട്ട് കൊണ്ടുവരരുത്. ആരുടെ കയ്യിൽ നിന്ന് കടവും വാങ്ങരുത്. പൈസ എങ്ങനെ സമ്പാദിക്കുന്ന പോലും അവർക്ക് അറിയാൻ സാധ്യതയില്ല. എന്തായാലും ഇവർ ചാലഞ്ച് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇവര് മിക്കവാറും ഈ വീട് ഉപേക്ഷിച്ച് അവരുടെ വീട്ടിലേക്ക് പോകും. എന്റെ ഏട്ടത്ത് ഇത്രയും കാശൊക്കെ ആ കുട്ടി എവിടെ നിന്നുണ്ടാക്കാനാ? ഞാൻ ചെയ്തോളാം. നോക്കു വച്ചാ, ഈ പറഞ്ഞ ഓരോ പൈസയും ഞാൻ സമ്പാദിച്ചു കൊണ്ടുവരും. എന്നാലും വല്ലാത്തൊരു വാശി തന്നെ നിങ്ങൾക്ക്. ജീവിതത്തിൽ 1 രൂപ പോലും സമ്പാദിച്ചുള്ള എക്സ്പീരിയൻസ് ഇല്ല, എന്നിട്ട് ഇത്രയും രൂപ സമ്പാദിക്കുന്നതാണോ പറയുന്നത്? എന്നാ പിന്നെ കഷ്ടപ്പെട്ടു. എന്റെ മോന് നീ 48 മണിക്കൂറാ സമയം കൊടുത്തത്. ശരി, ഞാനും നിനക്ക് 48 മണിക്കൂർ തരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഇതേ സമയം ക്ലോക്ക് നോക്ക്. ഇതേ സമയത്ത് 11,580 രൂപ സമ്പാദിച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ നീ കെട്ടും പാണ്ടൊക്കെ മുറുക്കി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറായിക്കും. പിന്നെ ഒരിക്കലും ഈ ഭാഗത്ത് പോലും തിരിഞ്ഞു നോക്കരുത്. ഒരു കാര്യം കൂടി, ജോലി അന്വേഷിച്ച് നടക്കാൻ പോകുന്നതിന് മുമ്പ് നീയും നിന്റെ കയ്യിലിരിപ്പും കൂടി ഈ വീടിങ്ങനെ മൊത്തം നാശാക്കിയല്ലോ, ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ട് പോ. കേട്ടല്ലോ?
എന്റെ ഈശ്വര, 48 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും ജോലി നോക്കണമല്ലോ. ഈ സിന്ദൂരത്തിന്റെ ചെപ്പ് എവിടെ പോയി? അത് ശരി, അപ്പൊ കള്ളൻ കള്ളത്തരം ചെയ്ത് ഇവിടെ ഇരിപ്പുണ്ട്. നിന്റെ സ്മൈലിൽ നിന്ന് തന്നെ എല്ലാം മനസ്സിലാവുന്നുണ്ട്. സിന്ദൂരത്തിന്റെ ചെപ്പ് നീ തന്നെയാ മോഷ്ടിച്ചേ. അതിങ്ങ് തന്നെ. കള്ളൻ ഞാൻ, അതും നിങ്ങളുടെ ചെറിയ സിന്ദൂര ചെപ്പല്ലേ? ഹലോ മാഡം, ഞാനേ ഇതിലെ റീൽസ് കണ്ടിട്ടാ ചിരിച്ചത്, മനസ്സിലായോ? അല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സിന്ദൂരൊക്കെ ഇട്ട് നടക്കേണ്ട ആവശ്യം എന്താ? നിങ്ങളുടെ കല്യാണം ശരിക്കും കഴിഞ്ഞൊന്നുമല്ലല്ലോ. ഒരു സിന്ദൂര ചെപ്പ വലിയ കാര്യം. എന്നെ വിഷമിപ്പിക്കുമ്പോ നല്ല രസമല്ലേ? ഇല്ല, സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്ത് രസിക്കുന്നത്. കഷ്ടം. എന്താ ഇത്? നിങ്ങൾക്കറിയാവുന്നല്ലേ ഞാനൊരു ബ്രഹ്മചാരിയാണെന്ന്? എല്ലാ കാര്യവും അറിഞ്ഞിട്ട് നിങ്ങളെങ്ങനെ? ഒരൊറ്റ മിനിറ്റ് ഞാൻ സമയം തരാം. ആ സമയത്തിനകത്ത് എന്റെ സിന്ദൂര ചെപ്പിങ് തന്നേക്ക്. അല്ലെങ്കിൽ നിന്റെ ഈ ബ്രഹ്മചര്യ വ്രതം ഉണ്ടല്ലോ, ഞാൻ തകർത്ത് തരാം. ഒരു ഭാര്യ സിന്ദൂരം തൊടുന്നത് വിലക്കാൻ ആർക്കും അവകാശമില്ല. തന്നെ, എന്റെ സിന്ദൂരം ഇങ്ങ് തന്നെ. ഇനി എപ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ, പിന്നെ ഒരു മനുഷ്യനെ സമയമൊന്നും ഉണ്ടാവില്ല. ഒറ്റയടിക്കാൻ വ്രതം അങ്ങ് തകർത്ത് കളയും. ഈ ബെറ്റിൽ നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ലെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും എന്തിനെങ്ങനെ വാശി കാണിക്കുന്നത്? വീണ്ടും എന്തിനെങ്ങനെ 48 മണിക്കൂർ കൂടെ ജീവിതം കൂടുതൽ പ്രശ്നത്തിലാക്കുന്നത്? അതും തിരിച്ചു പോകുക അല്ലാതെ വേറെ ഒരു വഴിയില്ലെന്ന് അറിഞ്ഞിട്ട് പോലും. ഞാൻ ചോദിക്കുന്ന കേൾക്കുന്നുണ്ടോ? ഈ സിന്ദൂരം കാണുന്നുണ്ടോ? ഇതെന്റെ അവകാശമാണ്. അതേപോലെ തന്നെ ഈ വീട്ടിലും എനിക്കൊരു അവകാശമുണ്ട്. ഈ വീട്ടിൽ എന്റേതായ ഒരു അഭിമാനവും എന്റേതായ ഒരു ഇടവും ഉണ്ടാക്കുന്നത് എന്റെ അവകാശം. ആ അവകാശം നേടിയെടുക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും ശരി, ഞാൻ ചെയ്തിരിക്കും.